നമുക്ക് അജയുടെയും ഭൂമിജിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഭൂമിജിക്ക് നല്ല സങ്കടമാണ്. എന്ത് ചെയ്യണം എന്നറിയില്ല. ഇനിയിപ്പോൾ അച്ഛൻ എത്ര നാളെ ഈ ഭൂമിയിൽ ഉണ്ടാവും എന്നറിയില്ല. ഉള്ളത്രത്തോളം കാലം അച്ഛന് സന്തോഷം കൊടുക്കണം. ഒരു കാരണവശാലും ആ മനസ്സ് വേദനിക്കാനായിട്ട് പാടില്ല. ഇതുവരെ ആയിട്ടും അച്യുതന് അറിയില്ല തനിക്ക് ക്യാൻസർ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അച്യുതന് സഹിക്കാൻ പറ്റിയെന്ന് ചിലപ്പോൾ വരത്തില്ല. അങ്ങനെ വൈകുന്നേരം ഭൂമിജയെ അച്യുതനും കൂടെ കടയൊക്കെ അടിച്ചിട്ട് വീട്ടിലേക്ക് വരുവാണ്. വരുന്ന വഴിക്ക് അച്യുതൻ പറഞ്ഞു, കണ്ടില്ലേ മോളെ, മുമ്പത്തെ പോലെ ഒന്നും അല്ല. ഇപ്പൊ കണ്ടില്ലേ എൻ്റെ ഈ പഴയ കാറ് നല്ല അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്. ഒരു കുഴപ്പമുണ്ടോന്ന് നോക്കിയേ. കഴിഞ്ഞ ദിവസം വരെ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. മോള് വലിയ കളിയാക്കൊക്കെ കളിയാക്കിയതല്ലേ. അപ്പോഴേക്കും ഭൂമിജ പറഞ്ഞു, അത് പിന്നെ അച്ഛാ ഇപ്പോഴ ശരിയായി, ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. ഇനി കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നെ പോലെ ഇപ്പോൾ ആള് നല്ല സ്ട്രോങ് അല്ലേന്ന് നോക്കിയേ. കണ്ടില്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭൂമിജയ്ക്ക് ആപ്പാടെ സങ്കടമായി. ഭൂമിജ ഒന്ന് നോക്കി അച്യുതനെ. അപ്പോഴേക്കും അച്ഛൻ ചോദിച്ചു, എന്താ മോളെ? ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് വീടിൻ്റെ മുറ്റത്തേക്ക് വന്നിറങ്ങി. ഈ സമയത്ത് അച്യുതൻ പറഞ്ഞു, കണ്ടില്ലേ ഇപ്പം ആള് നല്ല സ്ട്രോങ്ങാ, ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഞാനും ഇന്ന് ആ ഡോക്ടറെ അടുത്ത് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും മോൾക്ക് എന്തൊരു ടെൻഷനായിരുന്നു. എനിക്ക് ഒരു ടെൻഷനും ഇല്ലെന്നേ. ഞാനങ്ങനെ പെട്ടെന്ന് മരിക്കാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ വല്ല ക്യാൻസർ വന്നപ്പോൾ ഞാൻ മരിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് ഭൂമിജ അച്യുതനെ നോക്കുന്നത്. അച്ഛൻ്റെ അറം പറ്റുന്ന വാക്കുകൾ പോലുള്ള സംസാരം കാര്യങ്ങളൊക്കെ. ആ സമയത്ത് ഭൂമിജയോട് അച്ഛൻ ചോദിച്ചു, എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ? ഞാൻ കുറേ സമയമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല അച്ഛൻ, ഞാൻ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചു. അതെ, കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട, പറഞ്ഞത് കേട്ടല്ലോ, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് വീടിനകത്ത് കയറി ചെല്ലുവാണ്. ഈ സമയത്ത് അംബിക ഇറങ്ങി വന്നു. ആഹാ, അച്ഛനും മോളും ഇപ്പോഴാണോ വരുന്നത്? എത്ര സമയമെന്നറിയാൻ ഞാൻ നോക്കിയിരിക്കുന്നേ. അപ്പോഴേക്കും അച്ഛനും ചോദിച്ചു, എന്താടി നിനക്ക് വിശക്കാൻ തുടങ്ങിയോ? പിന്നല്ലാതെ. അതെങ്ങനെയാ, രണ്ടുപേരും കൂടെ വരുമ്പോൾ ഇപ്പോൾ പാതിരാത്രി സമയമാവുന്നൊക്കെ പറഞ്ഞു. പോയി കുളിയെ കഴിഞ്ഞിട്ട് വാ, കഴിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മുറിയിലേക്ക് ചെന്നെങ്കിലും വല്ലാത്തൊരു വിഷമമായിരുന്നു ഭൂമിജയ്ക്ക്. ആരോടും പറയാൻ പോലും പറ്റാത്തൊരവസ്ഥ. അമ്മ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. നാളെ അച്ഛൻ്റെ പിറന്നാളാണ്. അച്ഛൻ്റെ പിറന്നാൾ എന്താണെങ്കിലും അതിഗംഭീരമായിട്ട് ആഘോഷിക്കണം. അച്ഛനെ മറക്കാത്ത രീതിയിൽ ഒരു പിറന്നാൾ ആഘോഷമായിരിക്കണം നടക്കണ്ടേ. ഇനിയിപ്പോൾ എത്ര പിറന്നാൾ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. ആ ഒരു തീരുമാനങ്ങളൊക്കെ അവളുടെ മനസ്സിലുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കണമെന്നായിരുന്നു ഭൂമിജയുടെ മനസ്സിലെ തീരുമാനം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഭൂമിജ ക്ഷേത്രത്തിലേക്ക് പോയി മനൂരി പ്രാർത്ഥിക്കുകയാണ്. അച്ഛന് വേണ്ടിയിട്ട് ഒരാപത്തും വരുത്തില്ല. തൻ്റെ അച്ഛന് ആയുസ് കൊടുക്കണം. കുറേ പുഷ്പാഞ്ജലികളും കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ പേര് കഴിപ്പിച്ചു. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ഭൂമിജയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അപ്പോഴേക്കും പെട്ടെന്ന് ആ പടിക്കെട്ടി തട്ടി ഭൂമിജ വീഴാൻ തുടങ്ങി. ആ സമയത്താണ് ഭൂമിജ ഒരാൾ താങ്ങി നിർത്തുന്നത്. ഭൂമിജ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും തൻ്റെ കടയിൽ വന്ന ആ സാറിലേത്. പെട്ടെന്ന് ഭൂമിജ ചോദിച്ചു, അല്ല സാറിനെ എനിക്കറിയാം, കഴിഞ്ഞ സാറിൻ്റെ കടയിൽ വന്നായിരുന്നു, സാറിന് എന്നെ ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ? എന്നെ വിളിച്ചുകൊണ്ട് പോയി ചായ തന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അല്ല ഈ ക്ഷേത്രത്തിൽ സാറിടയ്ക്ക് വരാറുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നേ. ഞാൻ വല്ല കാലത്തുമൊക്കെ വരും, പക്ഷെ എന്നൊന്നും അങ്ങനെ വരാറൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. പിന്നെ ഭൂമിജയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ഇവിടെ അടുത്താണ് വീടെന്ന് ചോദിച്ചു. കുറച്ച് ദൂരം പോയാൽ മതി എന്ന് പറഞ്ഞു. ഇതാ സാർ പ്രസാദം എടുത്തോളാൻ പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. അതെന്ത് പറ്റി? പ്രസാദം വേണ്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് സത്യനാഥൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് തൻ്റെ മോളെക്കുറിച്ചുള്ള ചിന്തകളാണ്. ഒരു പക്ഷേ അവളിപ്പം തന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇത്രത്തോളം കണ്ടേനം. ഇവളുടെ അത്രയും പ്രായവും കാര്യങ്ങളൊക്കെ അവൾക്കും കണ്ടേനം. ആ ഒരു ഓർമ്മ വല്ലാതെ മനസ്സിനെ അലട്ടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഭൂമി ചോദിച്ചു, എന്താ സാറേ, സാറെന്താ ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ശരി ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭൂമിജ അങ്ങ് നടന്നു. ഈ സമയം സത്യനാഥൻ ഭൂമിജയെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്തോ അവളുമായിട്ട് എന്തോ ഒരു ആത്മബന്ധം ഉള്ള പോലെ സത്യനാഥന് തോന്നി. ഇത്തിരി അങ്ങ് നടന്നിട്ട് ഭൂമിജ തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ സത്യനാഥൻ തന്നെ തിരിഞ്ഞു നോക്കുന്നത് കണ്ടു. ഭൂമിജ വെറുതെ ഒന്ന് നോക്കി ചിരിക്കുകയും ചെയ്തു. അങ്ങനെ ഭൂമിജ വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞിട്ട് അംബികയോട് പറഞ്ഞു, അതെ ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ്, അതിഗംഭീരമായിട്ട് നമുക്ക് ആഘോഷിക്കണം. അച്ഛൻ്റെ കൂട്ടുകാരെയൊക്കെ നമുക്ക് വിളിച്ചു വേണം ആഘോഷിക്കാനായിട്ട്. ഇത് കേട്ടുകൊണ്ട് വന്ന് അച്ഛനും പറഞ്ഞു, ആഹാ അത് കൊള്ളാം, എൻ്റെ പിറന്നാളൊന്നും അങ്ങനെ ആഘോഷിക്കുന്നല്ലോ മോളെ. പിന്നെ ഇന്നെന്താ അത്തെ പ്രത്യേകത എന്ന് ചോദിച്ചു. അതെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വൈകുന്നേരം നമ്മൾ അച്ഛൻ്റെ പിറന്നാൾ അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കും. അതിനി ഒരു ഇപ്പോൾ മാറ്റമില്ല എന്ന് പറഞ്ഞു. ആ സമയം അച്ഛനും പറഞ്ഞു, ഈ കൊച്ചിനിത് എന്ത് പറ്റിയത്? വെറുതെ എന്തിനാ കൊച്ചേ പിറന്നാളൊക്കെ ആഘോഷിച്ച് പൈസ കളയണം, അതിൻ്റെ കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. ഓ പിന്നെ
അന്ന് വെച്ച് അച്ഛൻ പിറന്നാൾ ആഘോഷിച്ച് പൈസയൊന്നും അധികം പോവാനൊന്നും ഇല്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, അച്ഛനൊന്നും അറിയണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛനും പറഞ്ഞു എങ്കിൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമിജ പതിവ് പോലെ തന്നെ കടയിലേക്ക് പോയി കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പോലീസുകാർക്കുള്ള ചായയൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചായയൊക്കെ കൊണ്ടുവച്ച് അങ്ങനെ നിൽക്കുമ്പോഴത്തേനുമാണ് അങ്ങോട്ടേക്ക് ഒരുത്തരം അങ്ങോട്ട് കയറി വരുന്നത്. അപ്പം കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ CI കാരണം അവർക്കുണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഗുണ്ടാ നേതാവിനെ തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങോട്ട് കയറി വരുന്നേ. ഞങ്ങളുടെ നേതാവിനെ CI തല്ലി, അയാൾ എവിടെ, അയാളെ കാണിച്ചു കൊടുത്തിട്ടുള്ളതെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്കും ബാക്കി പോലീസുകാരിൽ ഒരു നിമിഷം ഞെട്ടി നിൽക്കും, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് അയാൾ എന്ത് ചെയ്തു, അവിടെ പരാതി കൊടുക്കാൻ വന്നൊരു സ്ത്രീയെ അവരുടെ കഴുത്തിലേക്ക് അങ്ങോട്ട് കത്തിവെച്ചു. എന്നിട്ട് പറഞ്ഞു അയാളെ ഇങ്ങോട്ട് വിളിക്കുക, കാണിച്ചു കൊടുക്കുന്നുണ്ട്, മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ, അല്ലെങ്കിൽ ഇന്നിപ്പം തന്നെ ഇവരെ ഞാൻ തീർക്കൂന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. ഭൂമിജ കൃത്യസമയത്ത് എന്ത് ചെയ്തു, തൻ്റെ കൈ ചൂട് ചായയായിരുന്നു. ഭൂമിജ അയാളുടെ മുഖത്തേക്ക് ഒറ്റ ഒഴിക്കുകയാണ്, ഒന്നും നോക്കിയില്ല. ഈ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്തു, അവരുടെ ആ സ്ത്രീയുടെ കയ്യെ പിടിച്ചു ഭൂമിജ വലിച്ചു, അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഒരു നിമിഷം അയാൾ രൂക്ഷമായിട്ട് ഭൂമിജയെ നോക്കിയിട്ട് ഭൂമിജയുടെ അടുത്തേക്ക് പാഞ്ഞു വരുവാണ്. നീ എന്താടി എന്നെ കൊണ്ട് ചെയ്തതെന്ന് ചോദിച്ചോണ്ട് കൃത്യസമയത്ത് തന്നെ അജയ് അങ്ങോട്ടേക്ക് വന്നു. അജയ് വന്നിട്ട് അവനോട്ട് ഒറ്റ അടിയായിരുന്നു. അവനെ ഇടിച്ച് ഇഞ്ച പരുവാക്കിയിട്ട് ലോക്കപ്പിലേക്ക് ഇടുവാണ്. എന്താടാ നീ കാണിച്ചതെന്ന് ചോദിച്ചോണ്ട് പിന്നീട് ഭൂമിയോട് പറഞ്ഞ് പൊയ്ക്കൊള്ളാനായിട്ട് പറയണം. ഭൂമിക്ക് ശരിക്കും അപ്പോഴാണ് ശ്വാസം നേരെ വീണേ. അപ്പോഴത്തെ അവർ ധൈര്യത്തിന് ചെയ്തതാണ്. അവരുടെ കഴുത്തിൽ ആ പാവപ്പെട്ട സ്ത്രീയുടെ കഴുത്തിലേക്ക് കത്തി വെച്ചപ്പോൾ ഭൂമിജിക്ക് അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തന്നെ കൊണ്ട് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അത് ഭൂമിജി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീടാണ് ചിന്തിക്കുന്ന പോലും. ജീവനും കൊണ്ട് ഭൂമിജി അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ അന്ന് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും അച്യുതൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അംബികയും ഭൂമിയും എല്ലാം കൂടെ ചേർന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെ അച്യുതൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്യുതൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടെ വന്നു. ഇതിനു മുമ്പ് ആഘോഷിക്കാത്ത രീതിയിലുള്ള നല്ലൊരു അടിപൊളി പിറന്നാളാഘോഷം തന്നെയായിരുന്നു ഭൂമിജ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ വന്ന് കേക്ക് കട്ട് ചെയ്തും കാര്യങ്ങളൊക്കെ നടന്നു. കേക്കെല്ലാം കട്ട് ചെയ്ത് ഭൂമിക്കും അമ്പയ്ക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തിന് നിൽക്കുന്ന സമയത്ത് അച്യുതൻ പറഞ്ഞു, അതെ എൻ്റെ മോൾക്ക് ഒരേ ഒരു നിർബന്ധം, ഈ തവണ പിറന്നാൾ ആഘോഷിക്കണമെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ എന്തിനാ പൈസ മുടക്കണേന്ന്. പക്ഷേ പിള്ളേരുടെ ആഗ്രഹമല്ലേ, നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ, അല്ലാതെ എനിക്കിതിന് വലിയ താല്പര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ആ സമയം ഭൂമിജ പറഞ്ഞു, എൻ്റെ അച്ഛാ, നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സന്തോഷമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം, അല്ലാതെ ഒന്നുമില്ലാതെ ഓരോ ദിവസം കടന്നു പോയിട്ട് വല്ല കാര്യമുണ്ടോ. അപ്പോഴേക്കും അച്യുതൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, അത് ശരിയാ എൻ്റെ മോളെ, ഇങ്ങനെയൊക്കെ വേണം, കുട്ടികളായ ഇങ്ങനെ വേണം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറയും, ഭൂമിയെ കണ്ടുപിടിക്കാനായിട്ട് പറയും, എത്ര സ്നേഹം അച്ഛനമ്മമാരോടെന്ന് പറഞ്ഞു. അമ്പേക്ക് പറഞ്ഞു, പിന്നെ ഇനി അതും കൂടെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ തന്നെ ഇവിടെ നിലത്തൊങ്ങും ഒന്നും അല്ല നിൽക്കണേന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ കളിതമാശകളും ചിരികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അച്യുതൻ്റെ മൂക്കിനകത്തൊന്നും ബ്ലഡ് വരുന്നത്. ഈ സമയത്ത് അമ്പി പറഞ്ഞു, അയ്യോ അച്യുതേട്ടാ, അച്ഛൻ്റെ മൂക്കിനകത്തൊന്നും ബ്ലഡ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു നിമിഷം ഭൂമി ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അച്യുതൻ പെട്ടെന്ന് ഇങ്ങനെ തൂക്കുവാണ്. ഈ സമയം ഭൂമി പറഞ്ഞു, അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇന്ന് പോയി ഡോക്ടറെ കണ്ടല്ലേ, കുഴപ്പമൊന്നുമില്ല, അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നേ, അച്ഛനോട് 1-2 മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. അത് പിന്നെ മോളെ ഞാൻ തിരക്കിനിടയ്ക്ക് മറന്നുപോയെന്ന് പറഞ്ഞു. ഈ അച്ഛൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഭൂമി പോയി മെഡിസിനൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് അമ്പിക വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ, അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. എന്ത് കുഴപ്പം, അത് ചിലർക്കൊക്കെ ഇങ്ങനെ ഈ ചൂട് കൂടുമ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണെന്നാണ് പറഞ്ഞ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത്, അത്രയ്ക്കേ ഉള്ളെന്ന് പറഞ്ഞു. ഭൂമി ആ ഒരു കാര്യം ഇങ്ങനെ മറച്ചു വെക്കുകയാണ്. അതായത് അത്ര ലാഘവത്തോടെ അല്ലാതെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കുടുംബം തകരും എന്നുള്ള കാര്യം ഭൂമിക്കറിയാം. അമ്മയ്ക്കാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അച്ഛനിത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.